നമുക്കറിയാം ധ്യാൻ ശ്രീനിവാസന്റെ ഇന്റർവ്യൂ കാരണം ഒരുപാട് ആരാധകരുണ്ട്. അദ്ദേഹത്തിന്റെ ഏത് സിനിമ ഇറങ്ങിയാലും അതുകൊണ്ട് തന്നെ പ്രേക്ഷകർ ശ്രീനിവാസന്റെ മകൻ എന്നതിനപ്പുറം ഞങ്ങൾ ഇഷ്ടപ്പെടുന്ന ധ്യാൻ ശ്രീനിവാസന്റെ സിനിമ എന്നത് തന്നെ കാരണം അവിടേക്ക് പോയി സിനിമ കാണാറുണ്ട്. അങ്ങനെ നിരവധി സിനിമകൾ ഇറങ്ങുന്നു, പരാജയപ്പെടുന്നു. പരാജയത്തിന് ശേഷം ഒരു വലിയ ഉയർച്ചയിലേക്ക് അദ്ദേഹം കടന്നു വരികയാണ്. അതും സ്വന്തം സഹോദരൻ സംവിധാനം ചെയ്ത ചിത്രത്തിലൂടെ. തനിക്ക് നന്നായി അഭിനയിക്കാൻ അറിയാമെന്നും തനിക്ക് വിജയിക്കുന്ന സിനിമകൾ എടുക്കാൻ അറിയാമെന്നും എല്ലാം തെളിയിച്ചിരിക്കുകയാണ് ധ്യാൻ ശ്രീനിവാസൻ പിന്നീട് ചെയ്തത്. അങ്ങനെ വലിയൊരു ഹിറ്റിന് ശേഷം വീണ്ടും ഇറങ്ങുന്ന ഒരു ധ്യാൻ ചിത്രമാണ് കുടുംബശ്രീയും കുഞ്ഞാടും. ഈ ഒരു ചിത്രത്തിൽ നമുക്ക് അറിയാം, ഇതിന്റെ ട്രെയിലറൊക്കെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും, ഒരുപാട് താരങ്ങളുണ്ട്, ഒരുപാട് കോമഡി കൈകാര്യം ചെയ്യാൻ കഴിവുള്ള ഒരുപാട് താരങ്ങൾ. ഇവരുടെ എല്ലാവരുടെയും പെർഫോമൻസ് തന്നെയാണ് എനിക്ക് ഈ സിനിമ കാണാനുള്ള ഒരു താല്പര്യം ജനിപ്പിച്ചത്. സ്വാഭാവികമായിട്ട് ഇതിൽ പലരുടെയും രംഗങ്ങൾ, പല താരങ്ങളുടെയും തിരിച്ചുവരവ് പോലെ എനിക്ക് തോന്നി. കാരണം സലീം കുമാറിന്റെ കുറച്ച് നാളായിട്ട് വയ്യാത്ത പോലെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ സിനിമ എനിക്ക് തോന്നുന്നു മുൻപ് ഷൂട്ട് ചെയ്താണെന്ന് അറിയില്ല. എന്തായാലും നല്ലൊരു ഊർജ്ജസ്വലതയോടെ തന്നെ നമുക്ക് സലീം കുമാറിനെ കാണാം, രാജുവിനെ കാണാം, മണിയമ്പിള്ള രാജുചേട്ടൻ, അതുപോലെ എല്ലാവരെയും പല നടന്മാരും, ജാഫർ ഇടുക്കി. ഞാനിപ്പോൾ തലവൻ ഇന്ന് കണ്ടേ ഉള്ളൂ. അപ്പോൾ ആ സിനിമയിലൊക്കെ ജാഫർ ഇടുക്കിയുടെ പെർഫോമൻസ് അതിഗംഭീരമായിരുന്നു. അപ്പോൾ അതുപോലെ ഒരു നല്ല പെർഫോമൻസ്, ഇവരുടെയൊക്കെ ഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് തന്നെയാണ് എനിക്ക് ഏറെ പ്രതീക്ഷ നൽകുന്നത്. ഒപ്പം കുഴപ്പമില്ലാത്ത പാട്ടുകൾ ഈ സിനിമയിലുണ്ട്. ഈ സിനിമയിൽ പിന്നെ നമ്മൾ ആഗ്രഹിക്കുന്ന പലരുമുണ്ട് എന്നത് തന്നെയാണ് ഒരു പ്രധാന കാര്യം. അപ്പോൾ ഇവരൊക്കെ കൂടി ചേർന്ന് ഈ സിനിമയെ ഒരു ഉത്സവമാക്കി മാറ്റുമെന്നതിൽ തർക്കമില്ല. കാരണം ഈ ഒരു വെക്കേഷൻ മൂഡ് അവസാനിക്കുകയാണ്. ഇനി ഒരാഴ്ച മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ. ഈ ഒരാഴ്ച നമുക്ക് എങ്ങനെ എൻജോയ് ചെയ്യാം എന്നുള്ളത് ഒരു രക്ഷിതാവ് എന്ന നിലയ്ക്ക് കുട്ടികളെയും കൊണ്ട് എങ്ങോട്ട് പോകണം, ഒരു ഫാമിലി സിനിമയ്ക്ക് പോകണം എന്നൊക്കെ ആലോചിക്കുമ്പോൾ ഏത് സിനിമ തിരഞ്ഞെടുക്കും? കുറച്ചൊന്ന് ഫാമിലി ആയിട്ട് റിലാക്സ് ആയിരുന്ന് ചിരിച്ച് സമാധാനമായിട്ട് കഥയൊക്കെ പറഞ്ഞ് ആ സിനിമയിലെ രംഗങ്ങൾ ആസ്വദിച്ച് സിനിമ കഴിഞ്ഞ് വീട്ടിലെത്തി കഴിയുമ്പോൾ കിടക്കയിൽ കിടക്കുന്ന സമയത്ത് ഭാര്യയോട് ഈ സിനിമയിലെ ഈ രംഗം നീ ഓർക്കുന്നുണ്ടോ, ഈ തമാശ രംഗം നിന്നിൽ ഇപ്പോഴും ചിരി പടർത്തുന്നുണ്ടോ, ഇങ്ങനെയൊക്കെ ചോദിക്കാനായിട്ടുള്ള രംഗങ്ങൾ നമുക്ക് വേണം. അപ്പോൾ ഈ ഒരു സിനിമയുടെ പ്രത്യേകത, ഈ സിനിമയിൽ ഒരുപാട് തമാശക്കാരുണ്ട്. അവരുടെ തമാശകൾ എത്രത്തോളം വർക്കൗട്ട് ആവും അത് ഓരോരുത്തരെ അനുസരിച്ചിരിക്കും. അപ്പോൾ മാക്സിമം ഇത് വർക്കൗട്ട് ആവാൻ തന്നെയാണ് സാധ്യത എല്ലാവർക്കും. അപ്പോൾ അങ്ങനെ എൻജോയ് ചെയ്ത് നമുക്കൊരു തമാശയ്ക്ക് നിറങ്ങി മനസ്സിനെ ഒരു ഹാപ്പി മൂഡിലാക്കിയിട്ട് ഈ വെക്കേഷൻ അവസാനിപ്പിക്കാം. അപ്പോൾ ഒരാഴ്ച ഇല്ല, നമുക്ക് 3 ദിവസം കൂടി കഴിഞ്ഞ് സ്കൂൾ തുറക്കും. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് ഫാമിലി ആയിട്ട് ഒരു ടിക്കറ്റ് എടുക്കാം, ഒരു സിനിമ കാണാം. ഇന്നാണെങ്കിൽ 99 രൂപയ്ക്ക് ടിക്കറ്റ് കിട്ടും പല തിയേറ്ററുകളിലും. കാരണം മെയ് 31 അങ്ങനെ ഒരു പ്രത്യേകത അവർ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുവരെയും സിനിമ കണ്ടിട്ടില്ലെങ്കിൽ പോയി സിനിമയ്ക്ക് ടിക്കറ്റ് എടുത്ത് നോക്കുക, കണ്ടു നോക്കുക. എന്തായാലും ധ്യാൻ ശ്രീനിവാസന് ഇഷ്ടമുള്ളവർ ഒരുപാടുണ്ട്. ഏകദേശം 1 കോടി പേരൊക്കെ ഈ ധ്യാൻ ശ്രീനിവാസന്റെ ഇന്റർവ്യൂകൾ പരമാവധി കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇവരൊക്കെ ഈ സിനിമ കാണാൻ പോവുകയാണെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ധ്യാൻ ശ്രീനിവാസന്റെ പെർഫോമൻസ്, അവർ പറയുന്ന ഒരു ടാഗ് ലൈൻ തന്നെ പ്രത്യേകം നമ്മൾ നോട്ട് ചെയ്യേണ്ടതുണ്ട്. ഇതുവരെ കണ്ടിട്ടുള്ള ധ്യാനല്ല, ഇതൊരു പുതിയ ധ്യാനാണ് ഞങ്ങൾ കാണിച്ചു തരാൻ പോകുന്നതെന്നാണ്. അപ്പോൾ ധ്യാൻ ശ്രീനിവാസന്റെ ഒരു മാജിക്കൽ പെർഫോമൻസ് അത് ഒരു പ്രധാന ഘടകമായിട്ട് നമ്മുടെ മുമ്പിൽ നിൽപ്പുണ്ട്. അപ്പോൾ അതൊക്കെ കാണാനായിട്ട് നമ്മൾ എന്തായാലും ഈ പ്രാവശ്യം തിയേറ്ററിൽ ടിക്കറ്റ് എടുക്കേണ്ടി വരും. മഹേഷ് പി ശ്രീനിവാസനാണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണോ അത് കൃത്യമായിട്ട് ഇതിനടിയിൽ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ മറ്റ് സിനിമാ ആസ്വാദകർക്ക് അത് ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ മറ്റൊരു സിനിമയുടെ വിശേഷവുമായിട്ട് വീണ്ടും കാണാം. ബൈ.